കുറേ വിഷമങ്ങളുണ്ട്. അപ്പൊ ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഈ വിഷമങ്ങളൊക്കെ തീരാൻ എന്താ വഴി എന്ന് ചോദിക്കാൻ ചെന്നതാണ് ഗുരുവിനോട്. അപ്പോൾ ഗുരു പറഞ്ഞു, ഭഗവത്ഗീത പഠിക്കാൻ, ഭഗവത്ഗീത ജീവിതത്തിൽ ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു വ്യത്യാസമുള്ളത്. നമ്മള് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ടീച്ചർ എന്നൊരു പദമേ ഉള്ളൂ, ഇല്ലേ? ടീച്ചറേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഭാഷയിൽ നമുക്ക് ഗുരുവുണ്ട്, അധ്യാപകനുണ്ട്, ആചാര്യനുണ്ട്, പണ്ഡിതനുണ്ട്, ഇല്ലേ? ഇങ്ങനെ പല രീതി. അധ്യയനം ചെയ്യിപ്പിക്കുന്നവൻ, പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അധ്യാപകൻ, ഒരു വിഷയം നന്നായി അറിയുന്നവൻ പണ്ഡിതൻ, നമ്മുടെ മനസ്സിലെ ഇരുട്ട് നീക്കം ചെയ്യുന്നവൻ ഗുരു. ഇങ്ങനെ പല തലങ്ങളിലായിട്ട് നമുക്ക് ആചാരങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തി ആചാര്യൻ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഗുരുസ്ഥാനീയരായ വ്യക്തികളെ വേർതിരിച്ച് ആ അറിവ് പകർന്നു തരുന്ന നല്ലൊരു നാട്. പക്ഷെ നമുക്ക് എവിടെയോ ആ ദാസ്യഭാവം, ഇംഗ്ലീഷിലെ ടീച്ചർ മതി എന്ന് തോന്നിപ്പോയ ആ സമയത്താണ് നമുക്ക് നമ്മുടെ ഭാഷയും സംസ്കാരമൊക്കെ വിട്ടുപോകുന്നത്. അതുപോലെ തന്നെ ഭഗവത്ഗീതയുടെ പുണ്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും ആ ഗ്രന്ഥത്തെ എന്ന് ഞാൻ പറയില്ല, ആ ഭഗവാന്റെ വാക്കുകളെ നമ്മൾ നീക്കി വെക്കില്ല. അർജുനാചാര്യൻ എന്ന് പറയുന്ന ഒരു ഗുരു, അദ്ദേഹം വലിയ കൃഷ്ണഭക്തിയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഭഗവത്ഗീത വായിച്ചു വന്നപ്പോ ഒരു ശ്ലോകം, ആ ശ്ലോകം അദ്ദേഹം പറയുന്നത്, ആ ശ്ലോകം വായിച്ചു, അനന്യാശ്ചിന്തയന്തോ മാം യേജനാം പര്യുപാസതേ തേഷാം നിത്യാവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എല്ലാ യോഗവും ക്ഷേമവും ഞാൻ തന്നെ കൊണ്ടുതരാം എന്ന് ഭഗവാൻ പറഞ്ഞതായി അർജുനാചാര്യൻ വായിച്ചു. എപ്പോഴാണ്? അനന്യാശ്ചിന്തയന്തോ മാം, നീ വേറൊന്നും ചിന്തിക്കാതെ എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ട യോഗവും ക്ഷേമവും ഞാൻ തന്നെ കൊണ്ടുതരും എന്ന് അർജുനാചാര്യൻ വായിച്ചു. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വേറെ ഒരു പണിയും ചെയ്യുന്നില്ല, ഭഗവത്ഗീത മാത്രം ക്ഷേത്രത്തിൽ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാ ദിവസവും പണിയെല്ലാം വിട്ടിട്ട് ക്ഷേത്രത്തിൽ പോയിരുന്നു ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. രാവിലെ പോകും, ആചാര്യൻ ഉച്ചയ്ക്കാകുമ്പോൾ വരും, ആഹാരം കഴിക്കും, വൈകുന്നേരം പോവും, പഠിപ്പിക്കും, രാത്രിയാവും, ആഹാരം കഴിക്കും, കിടന്നുറങ്ങും. എവിടെന്നാ ഈ ആഹാരം വന്നതെന്ന് ചോദിച്ചിട്ടേയില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് വന്നപ്പോൾ ആഹാരമില്ല. അർജുനാചാര്യൻ ഭാര്യയോട് ചോദിച്ചു, എന്താണ് ഇന്ന് ആഹാരമില്ലല്ലോ? പറഞ്ഞു, നിങ്ങൾ ഭഗവത്ഗീത പഠിപ്പിക്കുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഗ്രാമത്തിലെ ഓരോരുത്തര് എന്തെങ്കിലുമൊക്കെ കൊണ്ടുതരും, അത് വെച്ച് ഞാൻ ഒരു നേരത്തെ ആഹാരം ഉണ്ടാക്കിയിരുന്നു, ഇന്ന് ആരും കൊണ്ടു തന്നില്ല. അപ്പോ അർജുനാചാര്യൻ ഒന്ന് ചിന്തിച്ചത്, യോഗക്ഷേമം വഹാമ്യഹം, എന്റെ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ കൊണ്ടുതരുമെങ്കിൽ, അങ്ങനെ ഭഗവാൻ പറഞ്ഞാൽ തെറ്റാൻ സാധ്യതയില്ല, നാരായണൻ കൊണ്ട് അത് വെട്ടിക്കളയും. അന്ന് പഠിപ്പിച്ചതിൽ ഈ ശ്ലോകം പഠിപ്പിച്ചില്ല. തിരിച്ച് വൈകുന്നേരം പഠിപ്പിക്കാൻ ചെന്ന് എല്ലാം പഠിപ്പിച്ചു, ഈ ശ്ലോകം മാത്രം പഠിപ്പിക്കില്ല. അനന്യാശ്ചിന്തയന്തോ മാം യേജനാം പര്യുപാസതേ തേഷാം നിത്യാവിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഈ ശ്ലോകം ഒഴിച്ച് ബാക്കിയെല്ലാം പഠിപ്പിച്ചു. ഈ സമയത്ത് അർജുനാചാര്യന്റെ വീട്ടിലേക്ക് ഒരു കൊച്ചുകുട്ടി തലയിൽ ഒരു കൊട്ട നിറയെ സാധനമായിട്ട് വന്നിട്ട്, ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ, ആരെങ്കിലും ഒന്ന് സഹായിക്കും, ഇറക്കി വെക്കൂ എന്ന് പറയുന്നത് കേട്ടിട്ട് അർജുനാചാര്യന്റെ ഭാര്യ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കൊച്ചുകുട്ടി തലയിൽ കൊട്ടയായിട്ടിരിക്കുകയാണ്. ശരി, അതങ്ങ് ഇറക്കി വെച്ചു. നോക്കിയപ്പോ നാവിൽ നിന്ന് ചോര വാർന്നുകൊണ്ടിരിക്കാം, വായിൽ നിന്ന് ചോര ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കാം. എന്ത് പറ്റി എന്ന് ആ കൊച്ചുകുട്ടിയോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാന് എന്റെ യജമാനൻ എല്ലാ ദിവസവും ആഹാരം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്, ഇന്നല്പം വൈകിപ്പോയി, അതിന് കിട്ടിയ ശിക്ഷയാണ് ഈ നാവ് മുറിഞ്ഞ് ചോര വരുന്നത്. എന്റെ ശിക്ഷ ഈ നാവിൽ മുറിവ് തന്നത് എന്റെ യജമാനനാണ്.
അർജുനാചാര്യന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ ഇപ്പം വരാം, മരുന്ന് കൊണ്ടുവരാൻ, ഇവിടെ തന്നെ ഇരിക്കും. തിരിച്ചു വന്നപ്പോൾ ആ കുട്ടിയെ കണ്ടില്ല, സാധനം അവിടെ തന്നെ ഉണ്ട്. രാത്രിയായപ്പോൾ അർജുനാചാര്യൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ നല്ല സമൃദ്ധമായ ആഹാരം, ദേവപ്രസാദം. അങ്ങനെ കഴിച്ചിട്ട് ഇത് എവിടെ നിന്ന് വന്നു എന്ന് ആദ്യമായി ചോദിച്ചു. അപ്പോൾ ഭാര്യ ഈ നടന്ന സംഭവം മുഴുവനും പറഞ്ഞപ്പോഴാണ് ആചാര്യന് ഓർമ്മ വന്നത്. നാരായം കൊണ്ട് ഭഗവത്ഗീതയിൽ വെട്ടിയത് ഭഗവാന്റെ നാവിലാണ്. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാം പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. വേറെ ആർക്കും കൊടുത്തു വിടില്ല, ഞാൻ തന്നെ കൊണ്ടുവരാം എന്ന് ഭഗവാൻ പറഞ്ഞ വാക്കുകൾ അത് തെറ്റില്ല.